ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്കങ്ങനെ ഐഫോണിൽ എങ്ങനെ സ്വന്തമായിട്ട് റിംഗ് ടോൺ ഉണ്ടാക്കി സെറ്റ് ചെയ്യാം, റിംഗ് ടോണിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് നല്ലൊരു മ്യൂസിക്, നല്ലൊരു വീഡിയോ സോങ് അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു പാർട്ട് ഒരു വീഡിയോയിൽ നിന്നും അത് റിംഗ് ടോണായി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഐഫോണിൻ്റെ റിംഗ് ടോൺ എന്ന സെറ്റിങ്സിൽ റിംഗ് ടോൺ എന്നതിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് റിംഗ് ടോൺ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു വീഡിയോ സോങ്ങിൽ നിന്നോ അല്ലെങ്കിൽ നല്ലൊരു മൂവി പാർട്ടിൽ നിന്നോ നമുക്ക് ഏതെങ്കിലും ഒരു സൗണ്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് എങ്ങനെ റിംഗ് ടോണിൽ ആഡ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഐഫോണിൽ നമുക്കറിയാം, നമ്മൾ സെറ്റിങ്സിൽ റിംഗ് ടോൺസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് കേട്ടുമടുത്ത കുറച്ച് റിംഗ് ടോണുകൾ മാത്രമേ ഐഫോണിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സെറ്റിങ്സിൽ ഈ റിംഗ് ടോൺസ് എന്നുള്ളതിലുള്ള ടോൺസ് മാത്രമേ നമുക്ക് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ മ്യൂസിക്കിൽ നിന്നോ അല്ലെങ്കിൽ വല്ല ആൽബത്തിൽ നിന്നോ അല്ലെങ്കിൽ വല്ല വീഡിയോയിൽ നിന്നോ നമുക്ക് അതിൻ്റെ വോയിസ് മാത്രം കട്ട് ചെയ്ത് നമ്മൾ ഒരു 30 സെക്കൻഡ് പാർട്ടാക്കിയിട്ട് റിംഗ് ടോണിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ 2 ആപ്ലിക്കേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 2 ആപ്പ് നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ നമുക്ക് വേണ്ടത് ഗാരേജ് ബാൻഡ് എന്നുള്ളൊരു ആപ്പും അതുകൂടാതെ റിംഗ് ടോൺ മേക്കർ എന്നുള്ള ആപ്പുമാണ്. ഗാരേജ് ബാൻഡ് സാധാരണയായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അത് എല്ലാവരുടെയും ഫോണിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റിംഗ് ടോൺ മേക്കർ എന്നുള്ള ഒരു ആപ്പ് കൂടിയുണ്ട്, അതുകൂടി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ രണ്ടും ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്ത് കാണിക്കാം, അതൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. മുകളിൽ കാണുന്നത് ഗാരേജ് ബാൻഡ് എന്നുള്ള ആപ്പാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് റിംഗ് ടോൺ മേക്കർ എന്നുള്ള ആപ്പ് കൂടി കാണാം. നമ്മൾ ഗാരേജ് ബാൻഡ് എന്നുള്ള ആപ്പ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ റിംഗ് ടോൺ മേക്കർ എന്നുള്ള ആപ്പ് കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ടും ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിംഗ് ടോൺ മേക്കർ എന്നുള്ള ആപ്പ് വഴിയാണ് നമ്മൾ വീഡിയോയിൽ നിന്നും മ്യൂസിക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അതിനു മുമ്പ് ഗാരേജ് ബാൻഡ് എന്നുള്ള ആപ്പ് ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതാ ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ റിംഗ് ടോൺ മേക്കർ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായി വരുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ബ്ലൂ കളറുള്ള ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഇമ്പോർട്ട് ഫ്രം വീഡിയോ, അപ്ലോഡ് ഫ്രം PC അല്ലെങ്കിൽ റിംഗ് ടോൺ ഷെയറിങ്, പിന്നെ മോർ എന്നുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വോയിസ് തന്നെ അല്ലെങ്കിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ഫ്രം ഫയൽസിൽ നമ്മളുള്ള വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് അതിൽ കാണാം. ഞാനിവിടെ ഇമ്പോർട്ട് ഫ്രം വീഡിയോ, അതായത് ഗാലറിയിലുള്ള ഒരു വീഡിയോയിൽ നിന്നും അതിൻ്റെ ടോണായിട്ട് സെറ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇമ്പോർട്ട് ഫ്രം വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗാലറിയിൽ ഞാനിവിടെ ഒരു ആൽബം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കാണ് എനിക്ക് റിംഗ് ടോണായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ആഡ് വരും, അത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആ മ്യൂസിക്കാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ആ വീഡിയോയിലുള്ള മ്യൂസിക്. ഇത് നമുക്ക് 30 സെക്കൻഡായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതാണ് റിംഗ് ടോണായിട്ട് വേണ്ടത്. അപ്പോൾ അവിടെ തൊട്ട് താഴെയായിട്ട് 2-3 ഒരു ലോ ആണ്. അതിൽ ക്ലിപ്പ് എന്നുള്ളൊരു ലോ ആണ്, ഒരു കത്രികയുടെ ലോഗോ കാണാൻ പറ്റും. അപ്പോൾ ആ ക്ലിപ്പ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ഞാനിവിടെ ക്ലിപ്പ് എന്നുള്ള ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ മ്യൂസിക് കിട്ടും. നമുക്ക് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള പാർട്ട് നമുക്ക് ഒരു 30 സെക്കൻഡോളമുള്ള പാർട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അത് 30 സെക്കൻഡ് കൂടിയാലും കുഴപ്പമില്ല. അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ റിംഗ് ടോണിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 30 സെക്കൻഡായിട്ട്
കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻ നമ്മൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ എൻ്റെ മ്യൂസിക് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേൾക്കാത്തത്. നമുക്ക് ആവശ്യമുള്ള ഭാഗം നമുക്ക് ആവശ്യമുള്ള പോർഷൻ നമ്മൾ കേട്ടുകൊണ്ട് തന്നെ അത് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോഴേ നമുക്ക് ഉദ്ദേശിച്ച പോർഷൻ തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ മ്യൂട്ടാക്കി വെച്ച് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മുകളിലുള്ള ഡൺ എന്നുള്ള ഇത് ടാപ്പ് ചെയ്യണം. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഡൺ എന്ന് കാണാം, അത് ടാപ്പ് ചെയ്യുക. ഇവിടെ ക്ലിപ്പ് സക്സസ് എന്നുള്ള ഇത് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ക്ലിപ്പിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമുക്ക് റീനെയിം, നമുക്ക് പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാണാം. ഞാനിവിടെ റീനെയിം നമുക്ക് മൈ റിങ്ങോ എന്തെങ്കിലും നമുക്കൊരു ആ റിങ്ങിന് നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ ഇത് റീനെയിം ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ആ ടോണിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ആ ക്ലിപ്പിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം, നമുക്കൊരു ബെല്ലൈക്കൺ കാണാൻ പറ്റും. അവിടെ മെയ്ക്ക് എന്നുള്ളത് കാണാം. മെയ്ക്ക് എന്നുള്ള പേരിൽ ഒരു ബെല്ലൈക്കൺ കാണാൻ പറ്റും, അത് ടാപ്പ് ചെയ്യുക. ആ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗാരേജ് ബാൻഡ് കാണാൻ പറ്റും. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ എന്നുള്ളത് തൊട്ടതായിട്ട് ഗാരേജ് ബാൻഡ് ലോ വന്നിട്ടുണ്ട്, അത് ഗാരേജ് ബാൻഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗാരേജ് ബാൻഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത റിംഗ് ടോൺ മൈ റിംഗ് ടു എന്നുള്ളത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ടാപ്പ് ചെയ്യുക. നമുക്കിവിടെ വെച്ചത് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാനത് പ്ലേ ചെയ്ത് നോക്കുന്നില്ല. നമ്മൾ അവിടെ തന്നെ ക്ലോസ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോളം വരും. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഷെയർ ബട്ടൺ കാണാൻ പറ്റും. ആ ഷെയർ ബട്ടൺ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സെൻട്രൽ കാണുന്ന ടോൺ മേക്ക്, അത് സെൻട്രലായിട്ട് കാണുന്ന അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, യുവർ റിംഗ് ടോൺ ലെങ്ത് നീഡ് ടു ബി അഡ്ജസ്റ്റഡ്. അത് 30 സെക്കൻഡ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ മുകളിലായിട്ട് മൈ റിംഗ് ടു എന്നുള്ളത് കാണാം. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് യുവർ റിംഗ് ടോൺസ് മുമ്പുണ്ടാക്കിയ ടോൺസൊക്കെ അതിൽ കാണിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മുകളിൽ കാണുന്ന നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് വീണ്ടും നെയിമോ വല്ല ചേഞ്ചും വരുത്തണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന എക്സ്പോർട്ട് എന്നുള്ള അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് കാണാൻ പറ്റും. അപ്പോൾ യുവർ റിംഗ് ടോൺ സക്സസ്ഫുള്ളി ഡൺ. ഓക്കെ, അങ്ങനെ അത് റിംഗ് ടോണിലായിട്ട് ആഡ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് റിംഗ് ടോണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത റിംഗ് ടോൺ ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും. ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് റിംഗ് ടോൺ ഓപ്പൺ ചെയ്ത് ഇതിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന മൈ റിംഗ് 22 എന്നുള്ളത് കാണാം. അതെ, അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്ത ടോണ് ഏറ്റവും മുകളിലായിട്ടാണ് കാണുക. റിംഗ് ടോൺസിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഏത് മ്യൂസിക്കിൽ നിന്ന് പുതിയ പാട്ടുകളിൽ നിന്നൊക്കെ ടോണുകൾ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക, എല്ലാവരും റിംഗ് ടോണൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഐ ആം അൻവർ സീൻ സൈനിങ് ഓഫ് സി ടാപ്പ് ടെക്. ഗുഡ് ബൈ.